ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ കുറച്ച് അഭിപ്രായങ്ങൾ ഞങ്ങളുടെ അല്ലേ ഞങ്ങളുടെ എന്തില്ല ഇപ്പം ഇപ്പോഴത്തെ പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് വിഷയങ്ങൾ നമ്മൾ വേറെ ഒന്നുമല്ല നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ പേടിപ്പെടുത്തുന്ന കുറച്ച് സംഭവങ്ങൾ കുട്ടി കുറ്റവാളികൾ. അപ്പോൾ അതാണിപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളത്. വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. വല്ലാത്ത അവസ്ഥയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ടൊക്കെ തന്നെ ഓരോ ചിന്തിക്കാറുണ്ട്, ഓരോ മാറ്റം. നമ്മൾ 90s കിഡ്സ് 80s കിഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന്നൊക്കെ കുറച്ച് മാറ്റങ്ങൾ, എപ്പോഴും മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. ആ പുതിയ കുട്ടികളുടെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റങ്ങൾ ഉൾക്കൊള്ളാറുണ്ട്, അത് അംഗീകരിക്കാറുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ഒരു വർഷമായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഈ കുട്ടികളുടെ കാര്യങ്ങൾ, അത് അവർ കുട്ടികളുടേതായിട്ടുള്ള കുടുംബങ്ങളോ കാര്യങ്ങളൊന്നും അല്ലെന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. മുതിർന്നവർ ചെയ്യുന്നതിനേക്കാളും വലിയ വലിയ ക്രൈമുകളാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളെ വളരെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഈ മക്കളൊക്കെ സ്കൂൾ വിടുമ്പോൾ തന്നെ പേടിയാണ്. ഇപ്പോൾ നമ്മുടെ മക്കൾ വലിയ നല്ല പുള്ളികളെന്ന് പറയാനല്ല, കാരണം വെച്ചാൽ അവരെക്കുറിച്ച് പേടിയായി തുടങ്ങിയപ്പോൾ അവരും ഏത് രീതിയിലെത്തും, എങ്ങനെയൊക്കെയാണ് അവർ വളർന്നു വരിക എന്നുള്ളതൊക്കെ പേടിച്ചിട്ടിരിക്കുന്നത്. കാരണം അതിന് പ്രധാന കാരണം മയക്കുമരുന്ന് തന്നെയാണ്. അപ്പോൾ ഇതിന് തടയിടാനുള്ള ഒരേ ഒരു ഇത് മയക്കുമരുന്നിൻ്റെ ഒരു ലഭ്യത നല്ലോണം തടയിടാന്നുള്ള തന്നെയാണ് ഏറ്റവും വലിയൊരു മാർഗ്ഗമുള്ളത് ഞങ്ങൾക്ക് തോന്നുന്നത് കേട്ടോ. ശരിക്കും സിനിമയിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ കേട്ടോ, സിനിമയിലല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. പക്ഷെ ശരിക്കും നാട്ടിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ശരിക്കും പേടിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. കാരണം സിനിമയിൽ കണ്ട് പേടിക്കുമ്പോ ഇതെന്തായാലും നമ്മുടെ നാട്ടിൽ ശരിക്കും വരുന്ന കാര്യങ്ങളൊന്നും അല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഗുണ്ടകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. പണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഗുണ്ടകൾ എന്ന് പറഞ്ഞ ഒരു രൂപം ഉണ്ടായിരുന്നു. നല്ല കൊമ്പം മീശയും നല്ല തടിച്ച് നല്ല കുടവയറൊക്കെ ആയിട്ടുള്ള വല്ലാത്തൊരു രൂപമായിരുന്നു ഗുണ്ടകൾ എന്ന് പറഞ്ഞത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് റോഡിൽ കൂടെ സൈലന്റ് ആയിട്ട് നടക്കുന്ന ആൾക്കാരും ചിലപ്പോൾ ഗുണ്ടകളായിരിക്കാം. അങ്ങനത്തെ ഒരു കാലമായി മാറി. കാരണം ഇന്ന് വഴി കൂടെ പോകണവൻ്റെ കയ്യിൽ വടിവാളുണ്ടോ കത്തിയുണ്ടോ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. കുട്ടികളുടെ കയ്യിൽ വളരെ ചെറിയ കുട്ടികളുടെ കയ്യിൽ പോലും ഉണ്ടെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ വടക്കുന്നാഥിൽ കണ്ടില്ലേ, വടക്കുന്നാഥിൻ്റെ ഗ്രൗണ്ടിൽ, ഇവിടെ തൃശ്ശൂർ വടക്കുന്നാഥിൻ്റെ ഗ്രൗണ്ടിൽ രണ്ട് പിള്ളേർ ഇതുപോലെ എന്തോ ഒരു ശരിയല്ലാത്ത രീതി പന്തികേടായിട്ട് തോന്നി. അപ്പോൾ ഒരു 10-18 വയസ്സായ പിള്ളേർ, അപ്പോൾ ഒരു 35 വയസ്സായ ഒരു പയ്യൻ അതിനെന്തോ ചോദ്യം ചെയ്താണ്. അവരെന്തോ ഒരു ശരിയല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു. അപ്പോൾ അത് ചോദ്യം ചെയ്തപ്പോൾ അവരൊന്നുമില്ല, സിമ്പിളായിട്ട് അവർ കയ്യിലുള്ള കത്തി എടുത്തിട്ട് കുത്തി കൊന്നു കളഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഈ കുട്ടികളുടെ കയ്യിൽ കത്തിയൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെ പറഞ്ഞു നല്ല മയക്കുമരുന്ന് കാരണമൊക്കെ ഉപയോഗിക്കുന്ന പിള്ളേരാണ് പറയുന്നത് നടക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കാലഘട്ടത്തിലൂടെ പിന്നെ ഇപ്പോൾ നമ്മുടെ ഇവിടെ വീട്ടിലെ 4-5 പേരൊക്കെ ചുറ്റുകൊണ്ട് അടിച്ചു കൊന്നതും എല്ലാം കൂടി ആകുമ്പോൾ മനുഷ്യന് വല്ലാത്തൊരു പേടി. ഇന്നത്തെ നമ്മുടെ മക്കളെ വളർത്താനൊക്കെ വല്ലാത്തൊരു പേടി. പിന്നെ ഇപ്പോൾ ഈ സ്കൂള് സ്കൂൾ കുട്ടികളുടെ കാര്യം പറഞ്ഞില്ലേ, 10ാം ക്ലാസ്സിലത്തെ സെലിബ്രേഷൻ, ട്യൂഷൻ ക്ലാസ്സിലെ സെലിബ്രേഷൻ അതിനോടനുബന്ധിച്ചിട്ടുള്ള തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കുട്ടീനെ തലക്കടിച്ച് കൊന്നു എന്നൊക്കെ പറയുമ്പോഴേ, നെഞ്ചൊക്കെ കൊണ്ട് മാരകായുധങ്ങൾ കൊണ്ട് തലക്കടിച്ച് കൊന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ശിക്ഷ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നു കേട്ടോ, ശിക്ഷ കുറവുള്ളതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇത് ധൈര്യപ്പെടുന്നത്. അതല്ല മറ്റുള്ള രാജ്യങ്ങളിലെ പോലെയൊക്കെ ശിക്ഷ സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ ഇവിടെ അത് ഒരു പരിധിവരെയൊക്കെ കുറയും. പിന്നെ അതിനൊക്കെ ഉപരി ഈ പറഞ്ഞ പോലെ മയക്കുമരുന്നിൻ്റെ ലഭ്യത അതിന് നല്ലൊരു കടിഞ്ഞാട്ടില്ലെങ്കിൽ നമ്മുടെ നാട് ഇനി അധികം നാളൊന്നും പോകുന്ന ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ എത്ര കേസുകളെന്ന് പറയും. ശക്തമായിട്ടുള്ള നിയമങ്ങൾ തന്നെ ഇതിന് വരണം. ഈ മയക്കുമരുന്ന് കേസുകളൊക്കെ ഇവർക്കൊന്നും ജാമ്യം കൊടുക്കരുത്. ഇപ്പോൾ പല സ്ഥലത്തും ഇങ്ങനെയുള്ള കേസുകൾ പിടിക്കുമ്പോൾ ജാമ്യം കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊന്നും ജാമ്യം കൊടുക്കരുത്. എനിക്ക് തോന്നുന്നത് ഇത് ഉപയോഗിക്കുന്നവരാൾ കൂടുതൽ ശിക്ഷ അനുഭവിക്കേണ്ടത് ഇത് സപ്ലൈ ചെയ്യുന്നവരാണ്. കാരണം അവരാണ് ഈ നമ്മുടെ നാടിനെ ഇങ്ങനെ ഇത്തരത്തിലാക്കണത്. അപ്പോൾ ഈ സപ്ലൈ ചെയ്യുന്നവരെ ശരിക്കും കൂട്ടാനുള്ള കാര്യങ്ങൾ നമ്മുടെ പോലീസായാലും മറ്റുള്ള വകുപ്പുകളായാലും ഒക്കെ ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ ക്രിമിനലുകളെ സംരക്ഷിക്കാനും കുറേ ആളുകളുണ്ട്. അതും വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുന്നത്. കാരണം അവരൊക്കെ സംരക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് തടയിടാൻ പറ്റുക? പ്രവർത്തിക്കേണ്ട സമയത്ത് ഓരോ കാര്യങ്ങൾ നന്നായി ചെയ്യേണ്ട സമയത്ത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചു കുട്ടികൾ അതിലഡിക്റ്റായിട്ട് മാറുക. ഈ പഠിച്ച് നല്ല വളർന്ന് വലിയ വലിയ നിലകളിലെത്തേണ്ട കുട്ടികൾ ഈ കഞ്ചാവും മയക്കുമരുന്ന് പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഒന്നുമല്ലേ പറയാം, അവർ തലച്ചോറൊക്കെ ആകാൻ നശിപ്പിക്കണം അവർ. അപ്പം അത് കുട്ടികൾ നല്ല സപ്ലൈ ചെയ്യുന്നവർ, നമ്മുടെ നാട്ടിലത് സപ്ലൈ ചെയ്യുന്നവർ തന്നെയാണ് ഏറ്റവും വലിയ കുറ്റവാളികൾ. അപ്പോൾ അവരെ പൂട്ടാനുള്ള പരിപാടികൾ നമ്മുടെ സർക്കാരായാലും പോലീസായാലും മറ്റു വിഭാഗങ്ങളായാലും ശക്തമായിട്ട് അതിന് നിൽക്കണം. പിന്നെ അത് മാത്രമല്ല നമ്മൾ ജനങ്ങളും അതിന് മുന്നിട്ടിറങ്ങണം. എങ്കിൽ തന്നെയാണ്
അതിനെ തടയിടാൻ പറ്റുള്ളൂ. അല്ല നമ്മള് ഇപ്പൊ ഇങ്ങനെ ഇതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കണോണ്ട് എന്തെങ്കിലും അവർക്ക് ഭയങ്കര പേടി അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ. കാരണം അങ്ങനെയുള്ള കാര്യം സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ള പേടികളൊക്കെയാണ് ഭയങ്കര പേടിയാ. കാരണം പല സ്ഥലത്തും ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ എറണാകുളത്താണ്, അവിടെ ഏതൊരു പാലത്തിൻ്റെ അടിയിൽ ഇതുപോലെ കുറേ കുട്ടികൾ ഈ MDMA പോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ആ കംപ്ലയിൻറ്റ് ചെയ്ത ആളുകളുടെ വീടുകളിലേക്ക് ആളുകൾ കല്ലെറിയണു. ഇത് സപ്ലൈ ചെയ്യുന്ന ആളുകൾ കല്ലെറിയണു, അവർ ഉപദ്രവിക്കുന്നു പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന പേടിയാണ് അവർക്ക്. അപ്പോൾ നമ്മളൊക്കെ മക്കളെ വളർത്തേണ്ട കാര്യം ആലോചിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ടെൻഷനിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ 12 വയസ്സായ ഒരു ആൺകുട്ടി 10 വയസ്സായ പെങ്ങൾക്ക് ഈ ഇത് കൊടുത്തു, മയക്കുമരുന്ന് കൊടുത്തു എന്ന് അറിഞ്ഞോ? പേപ്പറിൽ കണ്ടതാ. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്നു. ഈ 12 വയസ്സായ കുട്ടിക്കൊക്കെ ഇത് എവിടെ നിന്ന് കിട്ടുന്നു? 12 വയസ്സ് പറയുമ്പോൾ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ? 5-ലോ 7-ലൊക്കെ പഠിക്കണത് 12 വയസ്സായ കുട്ടി. അപ്പോൾ ആ കുട്ടിക്കൊക്കെ ഈ മയക്കുമരുന്ന് ഉണ്ടെങ്കിൽ 10 വയസ്സായ പെങ്ങൾക്ക് ഇത് കൊടുത്തു എന്ന് പറയുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് അത് കിട്ടണമെങ്കിൽ എന്താണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ? അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ നല്ല മാതൃക കാണിക്കണം. കാരണം ഇതുപോലെ ക്രിമിനലുകളൊന്നും സംരക്ഷിക്കാണ്ട് അവർ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ നോക്കണം. അല്ലാണ്ട് ഇവരൊന്നും സംരക്ഷിക്കാൻ ഒരു കാരണവശാലും ഇവർ സംരക്ഷിക്കാൻ പാടില്ല. ഇനിയുള്ള മക്കളുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ എങ്ങനെയാവുക എന്ന് പറയുമ്പോൾ, കാരണം ഇപ്പം ഈ അവസാനത്തെ ഒരു കൊല്ലം കൊണ്ട് തന്നെ ഇത്രയ്ക്കധികം ക്രൈമുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള അറിയുന്നുണ്ട്. അതും പ്രത്യേകിച്ച് ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൊണ്ട്. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളൊക്കെ എന്തായിരിക്കും എന്നൊരു പിടുത്തമില്ല. കാരണം നമുക്ക് റോഡിലൂടെ പോയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കൊന്നും ഇടപെടാൻ പോലും പറ്റുന്നില്ല. ചില വീഡിയോകളൊക്കെ മറ്റുള്ള കുട്ടികളല്ല പറയുന്നത്, നമ്മുടെ മക്കളടക്കം പറയുന്നത് അവരും ഏത് രീതിയിലാണെന്നും ഒരു ഐഡിയ ഇല്ല. കാരണം ഒക്കെ ഇതിന് അടിമകളായി പോവാണല്ലോ. അപ്പോൾ ഏത് രീതിയിൽ അവർ ഏത് രീതിയിൽ വരുന്നും ഒരു ഐഡിയ ഇല്ലാണ്ട് നിൽക്കണം. നമ്മൾ പേടിയാവുക സത്യം പേടിയാ നിൽക്കണം. എന്താ പറയുക, ആ കൂടെ നമുക്ക് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴേ ഒരു സമാധാനം എന്ന് പറയണത് ഇല്ല. ശരിക്കും അച്ഛനമ്മമാർക്കൊക്കെ ഭയങ്കര മനസ്സിലൊരു ആദ്യം കൊണ്ടായിരിക്കും എല്ലാവരും നടക്കുന്നുണ്ടാവുക. നമ്മൾ റോട്ടൊക്കെ ഇറങ്ങിയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിലെന്തെങ്കിലും പിള്ളേർ തമ്മിൽ എന്തെങ്കിലും അടിപിടിയൊക്കെ നടക്കണം. നമ്മൾ മുമ്പൊക്കെ എന്തെങ്കിലുമൊക്കെ ഇടപെട്ടിട്ട് അവർ പരിഹരിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഇനിയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇവരുടെ കയ്യിലൊക്കെ ആയുധം മറ്റുള്ള സാധനങ്ങളൊക്കെയാണ്. എന്ത് വിശ്വസിച്ചാൽ ഇതൊക്കെ ഇടപെടാൻ മനുഷ്യന്മാർ ഒന്നും ചെയ്യാൻ പറ്റാതായി. വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അത് നമ്മുടെ ഇപ്പോൾ തോന്നുന്നു കേരളത്തിൽ ഇത് നന്നായിട്ട് വ്യാപിച്ചിരിക്കുന്നത് അല്ല, ഈ വക മയക്കുമരുന്നിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പോൾ നമ്മുടെ അമ്മയുടെ മോള് പറയാണ്, തമിഴ്നാട്ടിൽ കോയമ്പത്തൂരുണ്ട്. അവർക്ക് ഹസ്ബൻഡ് ഗോൾഡ് വർക്കാണ്. അപ്പോൾ ഇവരുടെ ഒരു ബന്ധുണ്ട് കേരളത്തിൽ തന്നെ. ഒരു ബന്ധുവിന് കല്യാണം ആലോചിച്ചാണ്. അപ്പോൾ അവിടെ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവർക്ക് അറിയില്ല ഇത് തമിഴ്നാട്ടിലേക്കാണ്. അപ്പോൾ പെൺകുട്ടിയുടെ അമ്മോട് ചോദിച്ചു, നിങ്ങൾ കുട്ടീനെ കൊടുക്കുമെന്ന് ചോദിച്ചു. ആ കല്യാണം കഴിച്ചു കൊടുക്കുമല്ലോ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എൻ്റെ ഒരു കൂട്ടുകാരാണ് നാട്ടിലേക്കാണ് പറഞ്ഞു, കേരളത്തിലേക്കാണ് പറഞ്ഞു. അയ്യോ കേരളത്തിലേക്ക് കൊടുക്കില്ല എന്ന്. കാരണം അവിടെ ഫുൾ അക്രമമാണ്. കാരണം ഇപ്പോൾ വരെ നമ്മുടെ നാടിനെ കുറിച്ച് വല്ലാത്തൊരു മോശം അഭിപ്രായം വന്നു തുടങ്ങി. കാരണം പല കാരണങ്ങളുണ്ട്. അപ്പോൾ അവർ പറയണത് സ്ത്രീധനത്തിന്റെ പേരിൽ പാമ്പിനെ കൊണ്ട് എത്ര ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. പാമ്പിനെ കൊണ്ട് കുത്തിക്കലൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അവർക്ക് നാട്ടിലേക്ക് കൊടുക്കാൻ പേടിയെന്ന്. അവർക്ക് കുഴപ്പമില്ല, കേരളത്തിലേക്ക് കൊടുക്കില്ല, നമ്മുടെ നാട്ടിലേക്ക് കൊടുക്കില്ല അവർ പറയണത്. അപ്പോൾ ഞങ്ങൾക്ക് ആകെ അതിശയം. കാരണം മറ്റേ മുമ്പൊക്കെ തമിഴ്നാട്ടിലേക്ക് പറയുമ്പോൾ കേരളം എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമായിരുന്നു. തമിഴ്നാട്ടിലേക്ക് എല്ലാവർക്കും കേരളം അത്ര നമ്മൾ പറയാം ദൈവത്തിന്റെ സ്വന്തം നാടെന്നൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ആകെ മാറി. ഇപ്പൊ മയക്കുമരുന്നിന്റെ സ്വന്തം നാടായി മാറി. ഇതൊക്കെ ഇതിനെ കുറിച്ചൊക്കെ ഒരുപാട് പറയണമെന്ന് വെച്ചിട്ടാണ് വന്നത് വീഡിയോയിലേക്ക്. പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഇവൾക്ക് കുറച്ച് പേടിയുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മൾ പ്രശ്നം ആർക്കെതിരെയും പ്രശ്നം ഉണ്ടാക്കാനൊന്നല്ല ഇപ്പോൾ വീഡിയോ ചെയ്ത്. കാരണം അത്രയും പ്രശ്നങ്ങൾ അക്രമം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടോ അല്ല കൂടുതലായിട്ട് സംസാരിക്കാൻ കഴിവുണ്ടായിട്ടൊന്നുമല്ല. എന്നാലും പേടി കൊണ്ട് ഞങ്ങളും അച്ഛനമ്മമാരല്ലേ, 2 മക്കളുടെ അച്ഛനമ്മമാരാണ്. അപ്പോൾ ഓരോ മക്കളും ഇതുപോലെ നശിച്ചു പോകുന്നത് കാണുമ്പോൾ നമുക്കൊണ്ടൊരു വിഷമം. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞതല്ലേ. അതുകൊണ്ട് ചെറിയൊരു വീഡിയോ ചെയ്ത് മാത്രം. ഒരുപാട് പറയണമെന്ന് വെച്ചിട്ടാണ് വന്നത്. പക്ഷെ കുറേയൊക്കെ പോയി അല്ലേ കയ്യിൽ നിന്ന്. നിങ്ങൾക്ക് പേടിയാന്ന് പറഞ്ഞപ്പോൾ തന്നെ പകുതി എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ പറഞ്ഞോണ്ടിരിക്കുക വേണ്ട വീഡിയോ ചെയ്യണം വേണ്ട വീഡിയോ കട്ട് ചെയ്തതാണ്. നമുക്ക് വേണ്ട അത് ചെയ്യേണ്ടതൊക്കെ വന്ന് കട്ട് ചെയ്തതാണ്. അപ്പം പറഞ്ഞു വേണ്ട കുഴപ്പമില്ല, നമ്മളിപ്പോൾ അങ്ങനെ ഒരു മോശം കാര്യത്തിനല്ല നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ഇപ്പോൾ വീഡിയോ ചെയ്യണത്. എന്നിട്ട് ചെയ്തു. അപ്പം നിർത്താം, ഈ വീഡിയോ നിർത്താം. ഓക്കെ, അപ്പോൾ ബൈ.